രാജ്യം അമേരിക്കയാണ് എന്ന്. മറിച്ച് ജപ്പാനിൽ സ്കൂൾ ഭക്ഷണം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഭൂരിഭാഗം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അടിമകളെയാണ് സൃഷ്ടിക്കുന്നത്. ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒബീഡിയൻ വർക്കേഴ്സിനെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മളുടെ സ്കൂളുകൾ. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ജോലിക്കാരും കൺസ്യൂമേഴ്സുമാണ് നമ്മളുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങൾ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഫിൻലാൻഡ്. ചിന്തിക്കാനും മനുഷ്യനായി ജീവിക്കാനും പഠിപ്പിച്ചിരുന്ന പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിലെ ചില സമ്പ്രദായങ്ങളും സയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന പുതിയകാല വിദ്യാഭ്യാസത്തിലെ ചില സമ്പ്രദായങ്ങളും കൂട്ടിയിണക്കി അവർ ഒരു ഹൈബ്രിഡ് വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു. അതാണ് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളിൽ ഏറ്റവും മികച്ചത്. ഇതിലൂടെ മനുഷ്യനായി ജീവിക്കുന്ന, ചിന്തിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള, സംവാദങ്ങളിൽ ഏർപ്പെടാൻ കഴിവുള്ള, സ്വതന്ത്ര ചിന്തകരായ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഒരു രാജ്യം സമ്പന്നമായതുകൊണ്ട് മാത്രം അവരുടെ സിസ്റ്റം നന്നാവണമെന്നില്ല. ഈ സിസ്റ്റങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. അമേരിക്കയുടെ സ്കൂൾ ലഞ്ച് പ്രോഗ്രാമിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കുട്ടികളുടെ വയറ് നിറയ്ക്കുക, പണം ലാഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ ജപ്പാന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള, ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഫിൻലാൻഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന, ഇൻഡിപെൻഡന്റ് ആയ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സിസ്റ്റം നമ്മൾ കോപ്പി ചെയ്യും